ശരിക്കും സിമ്പിൾ ആണോ ആൻസൈറ്റി? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആൻസൈറ്റി ഉണ്ട്, നീ ഇന്ന് ഓരോ കാര്യം പറഞ്ഞ് ആൻസൈറ്റി ആക്കല്ലേ എന്നൊക്കെ. ശരിക്കും അത്രയ്ക്ക് സിമ്പിൾ ആണോ ആൻസൈറ്റി? നമസ്കാരം, എൻ്റെ പേര് ഹസ്മി, അബ്സല്യൂട്ട് മൈൻഡിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ക്ലയൻസ് പലപ്പോഴും പറയുന്ന ചീഫ് കംപ്ലയിൻസ് ആണ്, ഇനി നെഞ്ചിനൊരു കനം പോലെയാണ്, വയറിനൊരു അസ്വസ്ഥതയുണ്ട്, ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ. ഇത് ആൻസൈറ്റി രോഗം മൂലമാവാനുള്ള സാധ്യതയുണ്ട്. ആൻസൈറ്റി എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അതൊരു സർവൈവൽ മെക്കാനിസമാണ്. അത് നമ്മുടെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട്, നാളെ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു വെറിയും ഭയമൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊരു പരിധിയിൽ കൂടുതലാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി നമ്മുടെ ലൈഫിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിനൊക്കെ ഞാൻ എന്ത് പറയും, അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്ന ആലോചിച്ച് ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുക, ഇവിടെ ഒരു ഹെവിനെസ് പോലെ ഫീൽ ചെയ്യുക, നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ പളഞ്ഞിൽ കൂടെ ഒരു കാളൽ, തൊണ്ടയും വായയിലും ഒക്കെ ഡ്രൈനെസ്, ഭയങ്കര ക്ഷീണം, ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അത് ആൻസൈറ്റി രോഗം മൂലമാവാം. ഒരു നല്ല സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച് പ്രോപ്പർ തെറാപ്പിയിലൂടെ നമുക്ക് ആൻസൈറ്റിയെ 100% മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ സൈക്കോളജിസ്റ്റുമാരുടെ സേവനത്തിനും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.